കൽബായ എന്റെ കൂട്ടുകാരെ, 25 ദിവസത്തോളം എന്നെ രാവും പകലും എന്റെ കൂടെ സ്ക്വാഡ് വർക്കിനും ഇലക്ഷന്റെ എല്ലാ പരിപാടിക്കും എന്റെ കൂടെ നിന്ന ചങ്കുകളെ, ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് പറയുന്നു, എന്നെ പറ്റൂല, എനിക്കിത് കിട്ടൂല, ഞാൻ നിന്നാ ജയിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇതില് എന്നെ സ്നേഹിച്ച് എന്നെ കൂടെ നടന്ന് ഞാൻ നിനക്ക് ഞാൻ തന്നെ വോട്ട് നൽകൂ എന്ന് പറഞ്ഞ് അപ്പുറത്ത് കൂടെ പോയിട്ട് എനിക്കെതിരെ വോട്ട് ചോദിച്ചവർ ഇതിനകത്തുണ്ട്. അവരോടൊരു കാര്യം പറഞ്ഞു തരാം, ഇത് UDFന്റെ മണ്ണാണ്, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ണാണ്, ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണ്ണാണ്. പക്ഷേ കാലുവാരികളുടെ ലീഗല്ല, കാലുവാരികളുടെ UDF അല്ല ഇത്. ഞാൻ അവിടെ കാര്യം ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നെ ഒരു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കാണ് വോട്ട് ചെയ്യുക, ഞാൻ എന്റെ ഭാര്യയുടെ വോട്ടും നിനക്കാണ്. പക്ഷേ ഇലക്ഷന്റെ തലേന്ന് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് പറഞ്ഞു, മാനുവിന് കൊടുക്കരുത്. ഞാൻ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ കുറ്റം പറയുകയല്ല, ബസ്സിന് കൊടുക്കണം എന്ന്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എതിര് വേണമല്ലോ, അവരെ ഞാൻ കുറ്റം പറയുകയില്ല. അവരെന്റെ പിന്നിൽ നടന്നവരാണ്, എന്നെ കിട്ടോ എന്നവർ നോക്കി. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ UDFന്റെ ഭാഗമായിട്ടുണ്ട്, നിങ്ങൾ വേറെ സ്ഥാനാർത്ഥികളെ നോക്കിക്കോളൂ. ഞാൻ അവരോട് പറയുന്നു, നന്ദിയുണ്ട്, 1000 നന്ദി അവരോട് എനിക്കുണ്ട്, ഞാനത് മറക്കുകയില്ല. അവർക്കറിയാം ഞാൻ അവരോട് കൂടിയാണെങ്കിലും വിജയിക്കും. ഇതിലാറെ ഭൂരിപക്ഷം ഈ കാലുവാരിക്ക് എനിക്ക് കിട്ടുന്നത് എനിക്കറിയാം. ഈ വാർഡിനെ പറ്റി ഈ 1983 വീടിൽ വോട്ടർമാരെ ഞാൻ നേരിട്ട് കണ്ട്, വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഞാൻ എല്ലാവരെയും ഒരുപോലെ വീട്ടിൽ പോയി കണ്ടവരാണ്. അന്ന് അവരൊക്കെ എന്റെ കൂടെ ചിലവരൊക്കെ ഉണ്ടായിരുന്നു. അവസാന റൗണ്ടിൽ അവരെന്നെ പിന്മാറിപ്പോയി. അതെനിക്ക് പ്രശ്നമില്ല. എന്നോട് എന്റെ UDFന് ഈ നിൽക്കുന്ന ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെന്നോട് പറഞ്ഞു, ഞാൻ ഓരോ ദിവസം ക്ഷീണിക്കുന്നുണ്ട് എന്ന് അവരെന്നോട് മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചവർ പറഞ്ഞു, എനിക്കൊരു പേടിയുണ്ട്. വൈജുവാവട്ടെ, സമീറാവട്ടെ, ഖാലിദാവട്ടെ, സലാമാക്കാവട്ടെ, എല്ലാരും പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഹംസ കുഞ്ഞാണി വരെ ഇതിലെ പലതും പറഞ്ഞു, നീ ഒരു പേടിയും പേടിക്കണ്ട മോനോ, എങ്ങനെ കാലുവാരിയാലും നീ 100 വോട്ടിന് ജയിക്കും. പക്ഷേ ഇന്ന് വോട്ട് എണ്ണിയപ്പോൾ 311 വോട്ടിനാണ് നമ്മൾ ജയിക്കുക. ബാലറ്റ്, പോസ്റ്റൽ വോട്ടടക്കം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 600 വോട്ട് ലീഡുള്ള സ്ഥലത്താണ് ഞാൻ 300 വോട്ടിന് ജയിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. നമ്മളപ്പം സ്ക്വാഡ് വർക്കിന് നമ്മളെ ചായയും കടിയും കുടിച്ച് നടന്ന് നമ്മക്കെതിരെ വോട്ട് ഭിന്നിപ്പുണ്ടാക്കിയവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഞാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എന്നിപ്പോ വിളിച്ചിരുന്നു, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണോ എന്നോട് ചോദിച്ചു. മജീദാക്ക എന്നോടിപ്പോ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പ്രവർത്തകരോട് ചോദിച്ചിട്ട് ഞാൻ വരാം, ഈ അടികളോട് ചോദിച്ചിട്ട് ഞാൻ വരാം. ഞാനൊരിച്ച തീരുമാനം എടുത്തു വരില്ല. എനിക്ക് 7ാം വാർഡിലെ UDF പ്രവർത്തകരോട് ചോദിച്ചിട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് അവർക്കറിയാം. വണ്ടൂർ TP മുഹമ്മദ് ഉണ്ടല്ലോ, ഞാൻ എനിക്ക് പറയാതിരിക്കാൻ വെച്ച കാരണം, ഞാൻ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് മാലയിട്ടോനാ. 1.5 മണിക്ക് TP വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിനെ. എനിക്കൊരവസരമാണ്, എനിക്കിനി എനിക്ക് മരിച്ചേണ്ടതുള്ളൂ, എനിക്കൊരവസരമാണ്. ആ മനുഷ്യനെടുക്കാൻ കാരണം എന്താ? ഞങ്ങൾ 5 പേര് അപ്പുറത്തുനിന്ന് എതിർത്തു, അവനെടുക്കണ്ട. ഈ കൂട്ടത്തിൽ ഹംസ കുഞ്ഞാണി വരെ പറഞ്ഞു, ഓൻ എടുക്കണം. ഇവിടെ UDFന്റെ ജാഥ വന്നപ്പോ പറഞ്ഞത് എന്താണോ, UDF ഇല്ലെങ്കിൽ ഈ വാർഡ് തോൽക്കും, ടീമിനെടുത്തല്ലേ ഈ വാർഡ് തോൽക്കും. എവിടെ തോറ്റു? ഞാൻ അന്ന് TP പറഞ്ഞെന്താണോ, ഇച്ച പച്ചപ്പതാക പുതച്ചെന്ന് ആ മേലക്കൂടിട്ടത് മരിക്കേണ്ട താമസമുള്ളൂ, അത് കിട്ടിയാൽ മതി. ഇത് പറഞ്ഞ മനസ്സിലാ. എനിക്കെതിരെ
ശക്തമായി എനിക്കെതിരെ വോട്ട് ചോദിച്ച് നടത്തുന്നുണ്ട്. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ടീപ്പിന് എനിക്ക് പറയാക്കാൻ പറ്റില്ല. ഞാൻ ആ മനുഷ്യരെ കാല് പിടിച്ച് പറഞ്ഞു 5 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇക്കാക്ക എന്റെ കൂടെ നിങ്ങൾ നിന്ന് തരൂ, ഞാൻ നിന്ന് തരാം. അന്ന് ദിവസം പറഞ്ഞു എനിക്കൊരു മരണമുണ്ട്, പിറ്റേ ദിവസം പറഞ്ഞു എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഇല്ല, കൂട്ടത്തിലില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം പറഞ്ഞു തരാം, എന്റെ കൂടെ നിന്ന് നടന്നവരാണ് ഈ നിൽക്കുന്നവര്. ഇവരെന്നെ ചതിക്കൂല എന്ന് 100% ഉറപ്പാ, എനിക്കുറപ്പാണ്. ഐക്യജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥിയായി നിന്നാൽ 100% വിജയിക്കുമെന്ന് എനിക്കറിയാം. എന്റെ കൂടെ വാർഡ് പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സീനി ഉണ്ടായിരുന്നു, സക്കീറാക്ക ഉണ്ടായിരുന്നു, സലാമാക്ക ഉണ്ടായിരുന്നു. എന്റെ അനിയൻ ഫൈസൽ വരെ ഗൾഫ് നിർത്തി പോകാൻ വേണ്ടി നീട്ടിവെച്ചാണ് എന്റെ കൂടെ. ഞാൻ ഒരു ദിവസം ഇത് പിന്മാറാൻ നോക്കിയവനാ. ഒരു പേടിയും പേടിക്കണ്ട, ഇനി ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞ അത് അന്ന് രാത്രി ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോളൂ, നാളെ രാവിലെ നമുക്ക് സ്കൂൾ വർക്കായി പോകാമെന്ന് പറഞ്ഞപ്പോ വീട് വീടാതെ കയറിപ്പോയപ്പോ ചെറിയ കുട്ടിയോട് ചോദിച്ചു നമ്മുടെ ചിഹ്നമേതാ? പൈനാപ്പിള്. ഏത് കുട്ടിയോട് ചോദിച്ചു? എനിക്കന്ന് ഉറപ്പാണ് ഞാനൊരു 400 വോട്ട് ജയിക്കുമെന്ന്. 300 സാരല്ല. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങളെ കൂടെ ഞാൻ 5 കൊല്ലം മെമ്പറായി ഞാൻ ഉണ്ടാകും. ഒരു കാര്യം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറാജും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആലിപ്പറ്റ ജമീലിന്റെ കൂടെ ഈ വാർഡ് ഞങ്ങൾ സ്വർണ്ണ പൂമാലമായി വിരിയിക്കും. നിങ്ങൾ പറഞ്ഞ എന്നെ പറ്റൂല എന്ന് രാവിലെ നീച്ച ഓട്ടോറിക്ഷ കൊണ്ട് വണ്ടൂർക്ക് പോകുകയാണ്. ഓനെ പറ്റൂല. എവിടെയാണ് നിങ്ങളെ കാലാട്ടിയത്തെ കാര്യം? ഇവ ഉപകാരം ചെയ്ത ഒരുപാട് വ്യക്തികൾ എന്നെ എതിർക്കാൻ എനിക്കെതിരെ കുത്തി. അവരൊക്കെ ബോയ്സിന്റെ കയ്യിലുണ്ട്, ഞാൻ വിടണില്ല. ഓർക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഉപകാരം ചെയ്ത ബോയ്സിന്റെ കയ്യിലുണ്ട്, അത് ഞാൻ വിടുന്നില്ല. അവരൊക്കെ എനിക്കെതിരെ കുത്തിക്കണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ വാർഡ് ഞാൻ പൊന്നുപോലെ നോക്കും, ഞാൻ നോക്കും, കുറ്റപ്പുട്ട് ചെയ്യാൻ നോക്കും, ഇവിടെ ചേലപ്പടി ഞാൻ നോക്കും. ഈ വാർഡിൽ ഒരാൾക്കും ഒരു നിരാശയായി 5 കൊല്ലം ഉണ്ടാകുകയില്ല എന്ന് വളരെയധികം എന്നെ സഹായിച്ച എന്റെ 2 പൈനാപ്പിളിലും കൈപ്പത്തിക്കും വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് യു ഡി എഫ്.